ഞാൻ സൗജാറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്യോർ കോട്ടൺ കോട്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, കോട്ടൺ കോട്ടയാണ് ഇത് ഫാബ്രിക്, അതായത് റേറ്റ് കൂടിയ ഫാബ്രിക്കാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പ്രൈസ് എന്ന് പറയാനില്ല. പ്യോർ കോട്ടൺ കോട്ടയും സിൽക്കി കോട്ടൺ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് നോർമൽ ഒറിജിനൽ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്കും പറ്റുന്ന ഫാബ്രിക്കാണ് കോട്ടൺ കോട്ട എന്ന് പറയുന്നത്. ഇത് ചെക്ക് വരുന്ന സൈസ് തന്നെ, പക്ഷേ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിരിക്കും. കോട്ടൺ കോട്ടയുണ്ട്, സിൽക്കി കോട്ടയുണ്ട്. ഞാൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ പല റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര റീസണബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഷെയ്ഡാണ്. വൈറ്റ് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം കൊടുത്തേക്കുന്നത്. ബോട്ടത്തിൻ്റെ കളറിൽ തന്നെ കോമ്പിനേഷൻ നമുക്ക് യോക്ക് പോർഷനിലും ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ഒക്കെ വരും. ഇപ്പോൾ ദുപ്പട്ടയാണെങ്കിലും കോട്ടൻ്റെ തന്നെ ഫാബ്രിക് ലൈറ്റ് വെയിറ്റാണ്, ഫുൾ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡ് ബ്ലോക്സാണ് കേട്ടോ. ബോർഡേഴ്സിൽ താഴത്തെ ബോർഡേഴ്സിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം കോട്ടൻ്റെ നല്ല ലുക്കുള്ളൊരു ഐറ്റം, പ്രത്യേകിച്ച് വൈറ്റും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ബ്ലാക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് കേട്ടോ അതിൻ്റെ ഒരു ശരിക്കുള്ള ഭംഗി കിട്ടാതെ. നമ്മൾ ആ ലൈനിങ് ആക്കിയിട്ട് തയ്ക്കുമ്പോഴത്തേന് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതിലെല്ലാം കൊടുത്തേക്കുന്നത് ബ്ലോക്ക് പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഒറിജിനൽ ബ്ലോക്ക് പ്രിൻ്റേതായ ഒരു ഭംഗിയാണ് ഇതിൽ കിട്ടുന്നത്. നല്ല ലെങ്ത് ഉള്ള ഐറ്റം കേട്ടോ. ബോട്ടം പ്യോർ കോട്ടൺ തന്നെ, ഒനിയൻ പിങ്ക് ആണ് കോമ്പിനേഷൻ. നമ്പർ AC 738. ബാക്ക് സൈഡിലും പ്രിൻ്റ് ഉണ്ട് കേട്ടോ. നമ്പർ പറഞ്ഞില്ല. റേറ്റ് 1290 1290. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് എല്ലാം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ. വൈറ്റിൽ തന്നെ ആ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷൻ, നല്ലൊരു ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ കളറിലെ അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിന് നമ്മുടെ നോർമൽ വരുന്നതിനേക്കാളും ഒരു പ്രത്യേക ഭംഗി കൂടുതലാണ് കേട്ടോ. ഒറിജിനൽ ഹാൻഡ് ബ്ലോക്സും ആ ഒരു കളർ കോമ്പിനേഷൻസും വൈറ്റ്, പ്രത്യേകിച്ച് ആ വൈറ്റിലായതുകൊണ്ട്, പിന്നെ കോട്ടൺ കോട്ട ആയതുകൊണ്ട് നല്ല രസമുള്ള കളർ കോമ്പിനേഷനും ഡിസൈനുമാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട കോട്ടൺ ഫാബ്രിക് തന്നെ, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് സ്റ്റാർച്ച് മുക്കി അങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ എനിക്കൊന്ന് ബോട്ടത്തിന് ശകലം സ്റ്റാർച്ച് മുക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. നമുക്ക് ആ ഒരു സ്റ്റാർച്ച് മുക്കി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. നമ്പർ AC 737, റേറ്റ് 1290. നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞത് നല്ല പ്ലസൻ്റ് ആണ്. ലിജോടെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല മനസ്സമാനം കിട്ടുന്നത്. അപ്പോൾ മനസ്സമാനം വേണ്ടവരെടുത്തു. നല്ല വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനാണ്. നല്ല ഫാബ്രിക്കും ആട്ടോ. പ്യോർ കോട്ടൺ കോട്ടയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതിലും സ്റ്റാർച്ച് മുക്കി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. കുറച്ച് സോഫ്റ്റായിട്ട് കിടന്നാൽ മതിയെങ്കിൽ സ്റ്റാർച്ച് ഇല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർച്ച് മുക്കി നമ്മൾ അയൺ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. അതുകൊണ്ടാണ് ശക്കലം സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കുന്നത് നല്ലത്. ഇതാണ് ദുപ്പട്ട, നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്. പിന്നെ നമ്പർ വരുന്നത് AC 740, റേറ്റ് 1290. പിന്നെ നാലാമത്തെ ഷെയ്ഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആട്ടോ. നല്ലൊരു ലൈറ്റ് ഡെനിം ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ. ഭയങ്കര ഒരു രസമാട്ടോ ഈ ഒരു ഐറ്റം കാണാനായിട്ട്. പിന്നെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നവരും പറയാൻ പറ്റും, ഞാനിത് പറയുന്നത് നോക്കണ്ട കേട്ടോ. എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യുന്നത്. മെയിൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇത്രയും നല്ല പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവരിലോട്ടും എത്തട്ടെ, അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നത്. ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതിൽ നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. കടലും നാലാമത്തെ ഷെയ്ഡ് ഇതാണ്. നമ്പർ AC 739, റേറ്റ് 1290.